ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കേട്ടോ കാണിക്കുന്നത്. ജീപ്പ് റാംഗ്ലർ അല്ലേ? ജീപ്പ് റാംഗ്ലർ. റാംഗ്ലർ എടുക്കാനുള്ള ഈ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഇച്ചിരി കൂടുതലാണ്, കുറച്ച് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഒരു റൗണ്ട് വാക്ക് എടുക്കാനുണ്ട്. മൊത്തത്തിൽ സെറ്റ് വണ്ടിയാണ്, നിങ്ങൾ കാണുന്നില്ലേ? ബാക്കൊക്കെ ഫുള്ള് ഹെവി സെറ്റാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കേട്ടോ കാണിക്കുന്നത്. ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മുടെ ജീപ്പ് റാംഗ്ലർ അല്ലേ? ജീപ്പ് റാംഗ്ലർ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ അല്ല, ബോസിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവലൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ വണ്ടി ചേട്ടൻ എടുക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാ ഇതിൻ്റെ ഒരു തെത്താനുള്ള ഒരു കാരണം റാംഗ്ലർ എടുക്കാനുള്ള? അല്ല, ഇത് പൊതുവെ മലയാളീസ് എടുക്കുന്നത് കുറവാണ്. പൊതുവെ മലയാളീസ് എല്ലാം നമ്മുടെ പ്രാഡോ, അതെ അതെ, ലാൻഡ് ക്രൂസർ, അതെ 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 അതെ, മലയാളീസ് ജീപ്പ് എടുക്കാറില്ല. പക്ഷെ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഇച്ചിരി കൂടുതലാണ്, കുറച്ച് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം കൊണ്ട് എടുത്താണ്. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഓഫ് റോഡ് പോകാറുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. ഓഫ് റോഡ് പോകുമ്പോൾ ഫിഷിങ്ങിന് പോകും. വീക്കെൻഡിൽ നമ്മൾ ഈ ഓഫ് റോഡിന് ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഓഫ് റോഡിന്റെ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. ഉണ്ടല്ലേ കയ്യിൽ? ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ. ഇത് ജീപ്പ് റാംഗ്ലർ സഹാറ മോഡൽ. ഓക്കെ. V6 ആണ്. V6. ഓക്കെ. 3.8 എഞ്ചിൻ. 3.8 എഞ്ചിൻ. ഓക്കെ. 4 ഡ്രൈവ്. ഓക്കെ. ഫുള്ള് വണ്ടി കംപ്ലീറ്റ് ഓൾട്ടർ ചെയ്തുണ്ട്. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഒരു റൗണ്ട് വാക്ക് എടുക്കാനുണ്ട്. മൊത്തത്തിൽ സെറ്റ് വണ്ടിയാണ്, നിങ്ങൾ കാണുന്നില്ലേ? ബാക്കൊക്കെ ഫുള്ള് ഹെവി സെറ്റാണ് കേട്ടോ. ഫിഷിങ് റോഡുണ്ട്. എല്ലാ സാധനവും അതെ അതെ അതെ, ഇതിൽ ഫിഷിംഗ് റോഡ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഡെസേർട്ടിലൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടോ ഇതുവരെ? സ്റ്റക്ക് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് 4 വീലും മണലിലേക്ക്. ഓക്കെ ഓക്കെ. പക്ഷെ എന്ന് വെച്ചാൽ നമ്മള് മറ്റേ ഗിയർ നമ്മൾ ഏത് ഗിയറിൽ ഇട്ടെടുക്കണം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഒരു ഐഡിയ ഉണ്ടാവും. ഒരു സോഫ്റ്റ് സാൻഡ് ആണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും നമ്മള് ആ ഒരു ഗിയറിൽ ഇട്ടില്ലെങ്കിൽ താഴും. നമ്മള് ഗിയർ ചേഞ്ച് ചെയ്യും. അല്ല, അതായത് ഇപ്പൊ മറ്റുള്ള വണ്ടിയെ സംബന്ധിച്ച് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? ഇത് പക്ക ഓഫ് റോഡ് വണ്ടിയാണ്. കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്ന പക്ക ഓഫ് റോഡ് വണ്ടിയാണ്. അതിനുള്ള ടോർക്ക് ഉണ്ടാവും, പവർ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ പൊതുവെ അങ്ങനെ വണ്ടി കുടുങ്ങാറില്ല. പക്ഷെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് വേണം. ഓഫ് റോഡിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. നമ്മളിങ്ങനെ പോയി എക്സ്പീരിയൻസ് ആയതാണ്. അപ്പൊ നമ്മുടെ വണ്ടിന്റെ ഒരു ടോട്ടൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക്. ബാക്ക് ടയറൊക്കെ നല്ല ഇറങ്ങിക്കോ. സൈലൻസർ നോട്ട് കൂടെ കേൾക്കാം അങ്ങനെ എൻ്റെ വോയിസ് എന്നുള്ളത്. ഓ, അടിച്ചോ? പൊളി 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 പൊളി, ഒരു രക്ഷയില്ല. പിന്നെ ഗേഴ്സ്, ഇതിൻ്റെ ഗിയറിൻ്റെ ലിവറൊക്കെയാണ് കേട്ടോ ഗേഴ്സ് കാണുന്നത്. ഒരു രക്ഷയില്ല, പൊളി സാധനം. വേറെ തന്നെ ലെവലാണ്. എനിക്കിവിടെ ഓടിക്കാൻ പറ്റില്ല, ആ ഒരു സങ്കടമുണ്ട്, കാരണം ലൈസൻസ് ഇല്ലല്ലോ. പിന്നെ ബാക്ക് ഡിക്കി സ്പേസ് ആണ്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഡിക്കിയിലൊക്കെ. അപ്പോൾ ഒരുപാട് തിരക്കുള്ള സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന ചേട്ടനും നമ്മൾ ഈ സമയത്ത് നമ്മൾ കൃതജ്ഞത അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നാട്ടിൽ പോകുന്നതിന് നമുക്കൊരു ഓഫ് റോഡ് പോകണം അല്ലേ? അപ്പോൾ ആ ഒരു സാധനം കൂടി എടുക്കാം. ഇപ്പോൾ ഓഫ് റോഡ് പോയ കുറച്ച് വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ വേണം ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. അപ്പം താങ്ക് യു.
ഇനി നമുക്ക് ഈ ഒരു അമേരിക്കൻ ബുള്ളിൻ്റെ ഒരു ഓഫ് റോഡ് പെർഫോമൻസ് നമുക്കൊന്ന് കാണാം. അപ്പം എല്ലാവരും പോരും.